ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലിൻസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് സാധനം കാണിച്ചു തരാണ്, ഒരു സ്റ്റേഷനറി സാധനങ്ങൾ. ഇത് എനിക്ക് ക്രാഫ്റ്റിങ്ങിന് വേറെ കാര്യങ്ങൾ ചെയ്യാൻ ഒക്കെ വാങ്ങിച്ചു തന്നാണ്. അപ്പോൾ ഫസ്റ്റ് സാധനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാണ് നമ്മൾ രണ്ട് ഗ്ലൂസ്. രണ്ട് എണ്ണുണ്ട്. ഇത് കുറച്ച് പഴയത്, ഇത് നമ്മൾ പുതിയതായിട്ട് ഇന്നലെ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ ഗ്ലൂസ്. ഇതിൻ്റെ കൂടാതെ എനിക്ക് ഒരു ഗ്ലൂയും കൂടി ഉണ്ട്. ഞാൻ കുറേ ഗ്ലൂസൊക്കെ വാങ്ങിക്കാറുണ്ട്. വെച്ചാൽ എനിക്ക് ഗ്ലൂസൊക്കെ ആവശ്യം ഉണ്ടാവുമല്ലോ, കുറേ ക്രാഫ്റ്റിങ്ങിനൊക്കെ ഞാൻ വാങ്ങിക്കലുണ്ട്. അപ്പം അങ്ങനെ പിന്നെ എനിക്ക് വേറെ സാധനമുണ്ട്. ഇത് എൻ്റെ കവായ് സ്റ്റിക്കറോട് ഉണ്ടാക്കിയ ഒരു സ്കെയിലാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള സ്കെയിലാണ്. ഇത് കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ചെയ്തത്. നല്ല യൂസ്ഫുൾ ആണ്, നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള എൻ്റെ ഇതാണ്. നെക്സ്റ്റ് എല്ലാവർക്കും അറിയാം, നമ്മൾ ഐസ്ക്രീം സ്റ്റിക്സിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചത്. അത് തുറന്ന് നോക്കിയിട്ടില്ല. ചിലതൊക്കെ ഇന്നലെ വാങ്ങിച്ചത്, ചിലത് ഞാൻ കുറച്ച് മുമ്പേ ഒക്കെ വാങ്ങിച്ചതാണ്. ഇതാണ് നമുക്ക് ഐസ്ക്രീം സ്റ്റിക്സ്. നല്ല ഹൈ ക്വാളിറ്റി ഉണ്ട്, കുറേ ഉണ്ട് ഗൈസ്, കുറേ ഉണ്ട്. അത് നമ്മൾ ഐസ്ക്രീം സ്റ്റിക്സ് ആണ്. ഞാൻ എല്ലാ വർഷവും ഐസ്ക്രീം സ്റ്റിക്സ് വാങ്ങിക്കലുണ്ട്. ഐസ്ക്രീം സ്റ്റിക്സ് തീർന്നാൽ ഇപ്പം ഞാൻ വാങ്ങിക്കലുണ്ട്. അത് വലിയൊരു ആവശ്യം തന്നെയാണ്. വെച്ചാൽ നമുക്ക് സ്കൂളിൽ വർക്ക് എക്സ്പീരിയൻസ് ഡേ വരുന്നുണ്ട്. അപ്പം അതിന് വേണ്ടി നമുക്ക് പേപ്പർ ക്രാഫ്റ്റിംഗ് ചെയ്യാം, ഒറിഗാമി ചെയ്യാം, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ചെയ്യാം. അതിന് വേണ്ടി ഐസ്ക്രീം സ്റ്റിക്സ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തത്, ഒരു റോൾഡ് ബുക്ക് ഇല്ലാണ്ട് പിന്നെ എന്താ നമ്മൾ ക്രാഫ്റ്റിങ്? പേപ്പർ ഇല്ലെങ്കിലും നമ്മളൊരു റോൾഡ് ആയിട്ടുള്ള ഒന്നും വരയ്ക്കാത്ത ബുക്കൊക്കെ വാങ്ങിച്ചാൽ മതി. അതാകുമ്പോൾ നമുക്ക് കുറേ ക്രാഫ്റ്റിങ് ചെയ്യാം. ഇതൊക്കെ ഞാൻ എന്തിനാണ് എടുത്തത്? എനിക്ക് A4 ഷീറ്റ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ ഞാൻ കുഞ്ഞു സാധനങ്ങൾ പിന്നെ കവായ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് കീച്ചീനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ ഞാൻ ഇതാണ് ഉപയോഗിക്കുക. പിന്നെ മെമോ പാഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതാണ് ഉപയോഗിക്കുക. ഇത് എൻ്റെ റോൾഡ് ബുക്കാണ്. ഇത് ഞാൻ പാക്കേജൊക്കെ ചെയ്ത് ഇതാക്കിയാണ്. പക്ഷെ അത് പുതിയതാണ്, കുറച്ച് പുതിയത്. ഞാൻ ഒരു 2 ദിവസമൊക്കെ മുന്നേ വാങ്ങിച്ചത്. പിന്നെ നമ്മളുടെ ഡബിൾ സൈഡഡ് ടേപ്പ്. ഇത് ഞാൻ എല്ലാ ദിവസവും വാങ്ങിക്കുന്നതാണ്. ഇങ്ങനത്തെ കുറേ ഉണ്ടേനു, പക്ഷെ ഞാൻ പുതിയൊരു സെറ്റ് വാങ്ങിച്ചു. അപ്പം അതിൽ ഒരു ഇതാണ് ഡബിൾ സൈഡഡ് ടേപ്പാണ് ഇത്. അടുത്തത്, ഞാൻ നമ്മളെ പ്രിങ്കിൾസിൻ്റെ ഒക്കെ ഒരു ബോട്ടിലുകൊണ്ട് ഞാൻ സ്കെച്ചിന് വേണ്ടി ഇതിനൊക്കെ ഉണ്ടാക്കിയത്. സ്കെച്ച് ഉണ്ട്, ക്രയോൺസ് ഉണ്ട്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് ഉള്ള ഇങ്ങനത്തെ സ്കെച്ചസ്. പിന്നെ നമുക്ക് സാധാ ഡോംസിൻ്റെ ഇങ്ങനത്തെ ലൈറ്റ് കളേഴ്സ് വരുന്നത്. പിന്നെ എനിക്ക് വരുന്നത് എന്താ, 2 സൈഡിൽ ആയിട്ടുള്ള കളേഴ്സ്. അങ്ങനെ അങ്ങനത്തെ 2 ഉണ്ട്. അങ്ങനത്തെ ഞാൻ ഒരു സെറ്റൊക്കെ വാങ്ങിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടാണ്. അപ്പോൾ ഇതിന് ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ആൻഡ് ഗൈസ്, ഇത് ഞാൻ കവായ് സ്റ്റിക്കറോണ്ടൊക്കെ ചെയ്തതാണ്. അപ്പം അടുത്തത്, പിന്നെ നമ്മുടെ ജേർണലിംഗ് ബുക്ക്. ഈ ബുക്ക് ഞാൻ കുറേ വർഷങ്ങൾ മുമ്പ് വാങ്ങിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ ഇവിടെ ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു പാക്കേജിങ്, ഒരു കവറ്. ആ കവർ ഞാൻ ഫുള്ള് പോക്കിയിട്ട് ഞാൻ നാളത്തെ വീഡിയോയിൽ ഞാൻ ഇത് ഫുൾ പാക്കേജ് ചെയ്യും. അപ്പോൾ ഈ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ജേർണലിംഗ് പേഴ്സണാലിറ്റി ഒക്കെ ആയിട്ട് എനിക്കിഷ്ടമാണ് ജേർണലിംഗ് ചെയ്യാൻ. ഞാൻ എൻ്റെ മൂഡൊക്കെ പോകുമ്പോൾ ഞാൻ എപ്പോഴും ജേർണലിംഗ് ചെയ്യും. ഇതാണ് എൻ്റെ ജേർണലിംഗ് ബുക്ക്, മൈ ജേർണൽ എന്നൊക്കെയാണ് ഞാനിട്ട്. ഇതിന് കുറേ ജേർണലിംഗ്, ജേർണൽ സപ്ലൈസ്. പിന്നെ ഇത് ഞാൻ ചെയ്ത ഒരു ജേർണലിംഗ് ആണ്. സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ട്. പിന്നെ മെയിനൊക്കെ ചെയ്തതാണ്. അബൌട്ട് മീ, ജേർണലിംഗ് സപ്ലൈസ്, ബെസ്റ്റ് ഫ്രണ്ട്സ്, മോർണിംഗ് റുട്ടീൻ. ആൻഡ് ഇതാണ് എൻ്റെ കവായ് ജേർണലിംഗ്. ഇത് ഞാൻ കുറേ ദിവസം, ഒരു 2-3 ദിവസങ്ങൾ മുന്നേ ചെയ്തൊരു കവായ് ജേർണലിംഗ് ആണ്. അടുത്തത് ഒരു പിങ്ക് ജേർണലിംഗ്. ഈ പിങ്ക് ജേർണലിംഗ് എനിക്ക് നല്ല ഇഷ്ടം. വെച്ചാൽ ഞാൻ കുറേ കവായ് സ്റ്റിക്കേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ല ക്യൂട്ടാണ്. ഇത് ശരിക്കും കാണുമ്പോൾ നിങ്ങൾ നല്ല നെറ്റും, നല്ല രസമാണ്. പിന്നെ ഇത് ഞാൻ ചെയ്ത ഒരു ഓറഞ്ചിൻ്റെ ഇതാണ്. ഇവിടെ ആമി എന്നാണ് എഴുതിയത്. അപ്പം
എൻ്റെ ഡയറി ബുക്ക്. എനിക്ക് ഡയറി ജേർണലിങ് ചെയ്യാനുണ്ട്, പിന്നെ ക്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ ഒരു റൂൾഡ് ബുക്ക്. ഇത് രണ്ടുമാണ് എൻ്റെ സാധനങ്ങൾ, ബുക്സ് എന്നൊക്കെ പറയാനുള്ളത്. അടുത്തത് പിന്നെ എനിക്ക് ഒരു പെട്ടി ഉണ്ട്. ഒരു പെട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പെട്ടി ഉണ്ട് കവായ് സ്റ്റിക്കറിന് തന്നെ വേണ്ടിയിട്ട്. ഇത് ഞാൻ കുറച്ച് ദിവസങ്ങൾ മുന്നേ ചെയ്ത ഒരു കവായ് ജേർണലിങ് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റാണ്. ഇതിൽ ഞാൻ എൻ്റെ കവായ് സ്റ്റിക്കേഴ്സ് ഒക്കെ ഇടലുണ്ട്. ഇതാണ് കവായ്. ആൻഡ് ഇവിടെയുണ്ട് കവായ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കവായ് സ്റ്റിക്കറൊക്കെ ഉണ്ട്. ഇതിനുള്ളിൽ എന്തെല്ലാം ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മളെ കവായ് സ്റ്റിക്കേഴ്സ് നല്ലൊരു സെറ്റാണ്. ഇത് ഒരു സെറ്റ്, പിന്നെ ഇത് വേറൊരു സെറ്റ്. ഇങ്ങനത്തെ 20 ഷീറ്റ്സ് ഉണ്ട്. പിന്നെ ഇത് ഗൈസ് എൻ്റെ കവായ് സ്കുഷിയാണ്. കവായ് സ്റ്റിക്കർ ഒട്ടിച്ചാലോ? ഒട്ടിക്കാം. നിങ്ങൾക്ക് ഏതിലേതാ ഇഷ്ടപ്പെട്ട്? ഞാൻ എടുക്കാൻ പോകുന്ന ഈ ഒരു കവായ് സ്റ്റിക്കർ. അപ്പം അതെനിക്ക് എടുക്കാം. എടുത്ത് നമുക്ക് ഈ സ്കുഷിയിലേക്ക് ഒട്ടിക്കാം. സ്കുഷിക്കാം. ഇത് നല്ല സോഫ്റ്റാണ്, സ്പോഞ്ച് കൊണ്ട് ഉണ്ടാക്കിയത് സ്കുഷിയാണ്. അപ്പം അത് പിന്നെ നമ്മളെ കവായ് സ്റ്റിക്കേഴ്സ് അങ്ങനത്തെ കുറേ ടൈപ്പ് ഉണ്ട് ഇന്ത്യയിൽ. ബുക്കിൻ്റെ സ്കൂൾ തീംഡ് ആയിട്ടുള്ള, പിന്നെ ചെറീസിൻ്റെ കേക്ക് ഒക്കെ ഉള്ള, പിന്നെ നമ്മൾ സൺസെറ്റ് തീം, നമ്മളുടെ ഓട്ടം തീം, മിൽക്കിൻ്റെ തീം. ഇത് ആസ്ട്രോനോട്ടിൻ്റെ തീമായിട്ടുള്ളൊരു സ്റ്റിക്കറാണ്. ഇത് പിക്നിക് എന്നാണ് ഒരു സ്റ്റിക്കർസ്. പിന്നെ കുറേ ഉണ്ട്. ഇത് കുറച്ച് നല്ല ഉണ്ട്, കുറേ ഉണ്ട്, പിന്നെ കുറേ ഉപയോഗിക്കലും ഉണ്ട്. അപ്പം നമുക്ക് നല്ല ഇഷ്ടമാണ്. ഇത് ഒരു ലവിൻ്റെ ഒക്കെ. ഇത് നമ്മുടെ സ്കൂൾ ടൈം എക്സസൈസിങ് തീം. ഇത് നമ്മുടെ ഡ്രസ്സിങ് തീം. ഇത് നമ്മളെ വേറെ ചെറീസ് ആണ്. ഇത് മിൽക്ക് ആൻഡ് സ്ട്രോബെറീസ് ആയിട്ടുള്ളതാണ്. ഏകദേശം ഞാൻ എല്ലാം ഒക്കെ ചേർത്തിക്കണം. ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കാത്തത്. ഇത് ഞാൻ ഉപയോഗിച്ചാണ്. ഇത് ഞാൻ ഉപയോഗിക്കാത്താണ് ഈ ഒരു വിച്ചൊക്കെ. പിന്നെ ഇത് യമ്മി ആയിട്ടുള്ളൊരു ചെറീസ്, അത് ഞാൻ തീരെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ നമുക്കുള്ളത് ഇത് ഞാൻ 1, 2, 3, 4 ഉപയോഗിച്ചത്. അപ്പം അത് ലാസ്റ്റായിട്ട് ഒരു വിൻ്റർ തീംഡ്. പിന്നെ എനിക്ക് വേറെ സാധനങ്ങളുണ്ട്. ഇതിൽ 2 സ്റ്റിക്കേഴ്സും കൂടി ഉണ്ട്. അതിൽ 2 ടൈപ്പ് എനിക്ക് നല്ല ഇഷ്ടമാണ്. ശരിയുണ്ട്, നല്ല ക്യൂട്ടാണല്ലോ. പിന്നെ ഗൈസ് കവായ് സ്റ്റിക്കറിന് വേണ്ടിയുള്ള ട്വീസേഴ്സ് ആണ്. ഇങ്ങനെ ഈ ട്വീസേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്ത്. ഇത് എൻ്റെ ഒരു ക്യാപ്പിബാറ കവായ് സ്റ്റിക്കേഴ്സ് ആണ്. അതെ ശരി ഗൈസ്, നല്ല ക്യൂട്ടുമാണ്. ഞാൻ ക്യാപ്പിബാറ ജേർണലിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്, കുറേയൊക്കെ തീർന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ അതാണ് എൻ്റെ കവായ് ബോക്സിലുള്ള സാധനങ്ങൾ. എംപ്റ്റിയാണ്. ഇതിൽ ഒരു സ്റ്റിക്കറും കൂടി ഉണ്ട്, അത് ഞാൻ ലേറ്ററായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, ചിലപ്പോൾ സെറ്റ് സ്റ്റിക്കേഴ്സ്. അപ്പം അങ്ങനെ. അപ്പം അതാണ് നമ്മളെ കവായ്. അടുത്തത് നിങ്ങൾക്കറിയാം, നിങ്ങൾ കുറേ സജസ്റ്റ് ചെയ്ത ഒരു സാധനമാണ്. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുള്ളൂ. എന്തായാലും ഞാൻ ഇവിടെ ഒരു സാധനം ഉണ്ടാക്കി, ഇപ്പം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് മൈ ഷെൽഫ്. ഉണ്ടാക്കിയൊരു ഷെൽഫാണ്. പ്രസന്റ് പറയണം കേട്ടോ. യെസ്, ഈ ഷെൽഫിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളുണ്ട്. 2 സെക്ഷനുണ്ട്. ഈ സെക്ഷൻ പൂട്ടിയിട്ട് ഈ സെക്ഷനിൽ നോക്കാം, അല്ലെങ്കിൽ ഈ സെക്ഷൻ പൂട്ടി ഈ സെക്ഷനിൽ നോക്കാം. അപ്പം എന്തെങ്കിലുമൊക്കെ ഉള്ളിലുള്ള കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയ ക്ലിപ്പ്, സെക്കൻഡ് കുറേ ടേപ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇത് എൻ്റെ പേപ്പർ സൂപ്പാണ്, ഞാൻ ഉണ്ടാക്കിയതാണ്, DIY ആണ്. മൈ സ്റ്റാമ്പ് ഇപ്രാവശ്യമുള്ള സാധനമാണ്. ക്രാഫ്റ്റിങ്ങിനൊക്കെ ഞാൻ എപ്പോഴും ഉപയോഗിക്കും. പിന്നെ പെയിൻറ്റ്, വേറെ സെറ്റ് ഗ്ലൂ, ഇതൊക്കെ ഞാൻ പറഞ്ഞ ഗ്ലൂസ്. പിന്നെ ഇതൊരു ഗ്ലൂ കഴിഞ്ഞതാണ്, ഇത് ഞാൻ എന്തെങ്കിലും ക്രാഫ്റ്റിങ്ങിനൊക്കെ ഉപയോഗിക്കാം. ഇത് നമ്മൾ യെല്ലോ ആയിട്ടുള്ള ഗ്ലൂ. ഇങ്ങനത്തെ സെറ്റായിട്ട് എനിക്ക് 4 ഗ്ലൂസ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഗ്ലൂ ആയിട്ടുള്ള സെക്ഷൻസ്.
അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഷെൽഫ്? ഞാൻ ആദ്യം അങ്ങനെ തുറക്കാൻ പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു എങ്ങനെ തോന്നും. അടുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് മിനി ബാഗ്. ഇത് എൻ്റെ മിനി ബാഗാണ്. ഇത് നമുക്ക് കിച്ചണായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഞാൻ കാണിച്ചുതരാം. ആൻഡ് ഗൈസ്, ഇന്ന് നമുക്ക് ഹൗസൊക്കെ ഒന്ന് ക്ലീൻ ഒക്കെ ചെയ്യാനുണ്ട്. ഇതാണ് എൻ്റെ മിനി ബാഗ്. ഇത് ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ചില സ്ഥലത്തൊക്കെ തൂക്കിയിട്ട് ഞാൻ കാണിച്ചു. രണ്ടിലും ഇവിടെ ഒരു കുഞ്ഞു കുഞ്ഞു ഹോൾസുകൾ അവിടെ നമുക്ക് തൂക്കിയിടാം. ഇങ്ങനെ ബാഗിൽ ആയിട്ട് തൂക്കിടാം. ഇവിടെ തൂക്കിടാം. ഈ ഡ്രസ്സിൽ 2 പോക്കറ്റ്സ് ഉണ്ട്. ഇവിടെ 2 പോക്കറ്റ്സ് ഉണ്ട്. ആൻഡ് ഇതാണ് എൻ്റെ ചെറിയത്. ഇവിടെ ഞാൻ എപ്പോഴും തൂക്കില്ല, പക്ഷെ എൻ്റെ ബാഗിലൊക്കെ തൂക്കലുണ്ട്. ഗൈസ്, ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്. അപ്പം ഇന്നങ്ങനെ പ്രത്യേകിച്ചൊരു പണിയുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ബ്ലോഗ് തലവും. ഇതാണ് ഗൈസ്. ഈ ബാഗിനുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതൊക്കെ ഇടാം. ഈ പോക്കറ്റിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഇടാം. ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല, സ്പോഞ്ചസ് ആണുള്ളത്. എൻ്റെ പെയിൻറ്റിങ്ങിനൊക്കെ ഞാൻ കുറേ സ്പോഞ്ചസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. അണ്ണൻ ഇത് നല്ല സ്പുഷിയാണ്. അപ്പം അത് പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ ഗ്ലിറ്റർ ആയിട്ടുള്ള ഫോം ഷീറ്റ് കുറച്ചായിട്ട് ബേസ് ആണ്. ഗ്ലിറ്റർ ഫോം ഷീറ്റ് എനിക്കും ഇഷ്ടമാണ്. നല്ല പൊടിയും വരും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, പക്ഷെ നല്ല ഗ്ലിറ്റേഴ്സ് വരുന്നുണ്ട് കയ്യിലൊക്കെ. ഇതാണ് ഗ്ലിറ്റർ ഫോം ഷീറ്റ്. പിന്നെ ഇത് ഞാൻ എൻ്റെ ബുക്ക് ഉണ്ടല്ലോ അതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്റ്റാൻഡാണ്. ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ഈ ബുക്ക് ഉണ്ടല്ലോ, ഇത് എങ്കിലും ഇങ്ങനെ വെക്കുക. ഇതിൻ്റെ ക്രിയേറ്ററൊക്കെ കടലക്കോടാണ്, അതൊക്കെ കണ്ട് പിടിച്ചാണ്. ഇങ്ങനെ 2 ബുക്സ് ഇതിനുള്ളിൽ ഇട്ടാലും നമ്മുടെ അത് റെഡി. ഇതിപ്പോൾ നമ്മളെ ചെറിയൊരു സ്റ്റാൻഡ് അല്ലെ. വെയിറ്റ് കൊണ്ട് വെച്ചാൽ 2 ബുക്സ് ഉണ്ട്. എൻ്റെ എങ്ങനെയാണ് ചെയ്തതെന്നാണ് ബാക്കിൽ നോക്കിയാൽ മതി. ഇത് എൻ്റെ ഇത് മൈ ഷെൽഫ് ആൻഡ് മൈ ബുക്ക് സ്റ്റാൻഡ്. അടുത്ത എനിക്ക് ക്രാഫ്റ്റിങ്ങിനൊക്കെ ഉള്ള ഒരു കാർഡ്ബോർഡാണ്. ഞാൻ അധികം ഇതിലൊക്കെ ഉപയോഗിച്ചിട്ടാണ് വേസ്റ്റൊക്കെ ഇട്ട് കിച്ചൻസ് ഒക്കെ ഉണ്ടാക്കാം. അത് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതിൻ്റെ ബാഗ് കുറേയൊക്കെ ഉപയോഗിച്ചിട്ട് പാളിപ്പോയതാണ്. ഉള്ളിൽ എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് സ്പോഞ്ചസ് ഉണ്ട്. ഉണ്ട്. പിന്നെ ഇത് മൈ വൈറ്റ്നറാണ്. ഞാൻ എപ്പോഴും ഉപയോഗിക്കും. ഞാൻ ക്രാഫ്റ്റിംഗ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആക്കുമ്പോൾ. ആൻഡ് ഇത് മൈ ലിറ്റിൽ പെന്നാണ്. ഞാൻ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പെന്നാണ്. ലൈക്ക് ക്യൂട്ടായിട്ടുള്ള പെന്നാണ്. ഇതൊരു ബ്രൗൺ പെന്നാണ്, പക്ഷേ ഇത് ഞാൻ കളറൊക്കെ ചെയ്ത് ക്യൂട്ടാക്കി. ഇത് മൈ ബാഗ്. അടുത്ത ഗൈസ് സ്റ്റിക്കേഴ്സ് അതിൽ ഒരു സെറ്റായിട്ട് ഇതാ ഒന്ന് വന്നതാണ്. എക്സ്ട്രാ അല്ല, ഇത് വന്നാണ് ഞാൻ ഈ ഉള്ളിലേക്ക് വെക്കാൻ പാടില്ല. ആൻഡ് ഗൈസ്, ഇത് സ്ട്രോബെറീൻ്റെ ആണ് ഒരു സെറ്റാണ്. അപ്പോൾ അത് ഞാൻ അവിടെ വെച്ച്. നിങ്ങൾക്കും ഇഷ്ടമാണോ വ്ളോഗൊക്കെ ഒറ്റക്കായിട്ട് ചെയ്യാൻ? അല്ലാതെ ഹെൽപ്പൊക്കെ വെച്ചിട്ട് ചെയ്യാൻ, ഒറ്റയ്ക്ക് ചെയ്യാനൊക്കെ ഇഷ്ടം. അടുത്തത് നമ്മൾ ഇതിൽ ഈ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഈ ലാബൂബു ഉണ്ടല്ലോ, അത് ഞാൻ ഉണ്ടാക്കി വെച്ചതിനു പൊട്ടിക്കും. ആൻഡ് ഇത് മൈ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. കുട്ടിയായിട്ടുള്ളൊരു ഡോളാണ്. നല്ല ക്യൂട്ടാണ്. ആൻഡ് ഇതെൻ്റെ ഫ്രണ്ട് ജോയിനി തന്നാണ്. നല്ല ക്യൂട്ട്, നല്ല സോഫ്റ്റ് ഡ്രസ്സാണ്. ഞാനെപ്പോഴും ഇതൊക്കെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഇവിടെയൊക്കെ ഇരിക്കുക. ഇതുമാതിരി 3 എണ്ണുണ്ട്. വേറെ ഒന്നതാ ഈ ഒരു ഇത് പറയും. ഇത് ഇവിടെ ഇങ്ങനെ ടച്ചാണ്. അല്ലേ വേണ്ട, ഇതൊരു ബോ ആണ് ഞാൻ ഉണ്ടാക്കിയൊരു ബോ. ഇതിലിതാ ഇങ്ങനെ ഒരു ഇത് നല്ല ക്യൂട്ട്. അങ്ങനത്തെ എനിക്ക് 3 എണ്ണം ഉണ്ട്. 3 എണ്ണം എനിക്ക് 3 ഡോൾസ് ഉണ്ട്. ഒന്ന് ഇത് 2
ഇതല്ല ശരിക്കും. ഇത് ബുബു, മിന്നു, ചിക്കു. ചിക്കു, മിന്നു, ബുബു. എല്ലാത്തിൻ്റെ പേരൊക്കെ ഞാനു. ബുബു ഇടക്ക്, മിന്നു ഇടക്ക്, ചിക്കു ഇടക്കട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരാണ് ചിക്കു. ചിക്കു ഞാൻ എപ്പോഴും വിളിക്കുന്നതാണ്. ക്യൂട്ട്. ഇത് ശരിക്കുമല്ല, ഫിക്കാണ്. പിന്നെ എനിക്ക് ജസ്റ്റ് ക്രാഫ്റ്റിങ്ങിനൊക്കെ ഉള്ളൊരു ടച്ച് ഒന്നുമില്ല, ജസ്റ്റ് വെറുതെ തൂക്കാൻ. പിന്നെ ഗേൾസ് ഞാൻ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യലുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഇത് എൻ്റെ പെട്ടിയാണ്. ഇത് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഇത് എൻ്റെ വേസ്റ്റ് ബിന്നാണ്. എന്നെ കണ്ടിട്ട് തന്നെ നോക്കൂ, അതിൻ്റെ കുറേ വേസ്റ്റ്. പിന്നെ അടുത്തത് മൈ സ്കിഡ് ഗെയിം തിങ്. ஆனால் എൻ്റെ സ്കിഡ് ഗെയിം ബുക്കാണ്. ഞാൻ കാണിച്ചു തരാം ഫുള്ളായിട്ട്. ഫസ്റ്റ് എന്നെ തുറന്നാൽ ഡു യു വോണ്ട് ടു പ്ലേ? യെസ് അടിക്കുക, യെസ് അല്ലേ. പിന്നെ നമുക്ക് ഈ ഒരു അയാളടുത്ത് ഞാൻ കാണിച്ചു തരാം. അയാളെ നമുക്ക് എടുക്കാം. ഇങ്ങനെ കളിക്കാം. അത് നെക്സ്റ്റ് നമ്മളെ ഇവിടെ ഉള്ളതാണ്. ഇവിടെ ഒരു ഡാൽഗോൺ ഉണ്ടായിരുന്നു, പക്ഷെ അത് കാണാണ്ടായിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഡാൽഗോണൊക്കെ. പിന്നെ ഗൈസ് എല്ലാവർക്കും അറിയാം നമ്മളെ കാർഡ്സ് നമ്മൾ കളിക്കുക. അങ്ങനെ കളിക്കാം. നല്ല സോഫ്റ്റ് ആണ്, സ്കുഷീസ് ആക്കിയതാ. അയ്യോ, അടുത്തതിലുള്ള നമ്മളെ സ്കിഡ് ഗെയിമിൻ്റെ ഒരു എന്താണ് കാർഡാണ്. രണ്ടെണ്ണമുണ്ട്. ഈ ഡോളിൻ്റെ കാർഡ്. പിന്നെ നമ്മളെ ഡ്രസ്സപ്പിൻ്റെ നമ്മളെ ഇങ്ങനെ അറിയാലോ, ഡ്രസ്സൊക്കെ ചെയ്യാം. ഡ്രസ്സ് ചെയ്യാൻ പറ്റും. യെസ്, ഡ്രസ്സാണ്, നല്ല ഇഷ്ടമാണ്. അടുത്തത് പിന്നെ നമ്മളെല്ലാവർക്കും അറിയാം നമ്മളെ ഇതിനെന്തിനും മിങ്കിൾ മിങ്കിൾ. ഗൈസ് ഇത് സ്കുഷീസാണ്. ഇതിൽ നമ്മളത് ഇതിലൊന്നുമില്ല. ഗൈസ് ഈ സാധനം എപ്പോഴും വേണം കേട്ടോ ഗൈസ്. ഇവിടെ നിങ്ങളും കണ്ടോ സ്കിഡ് ഗെയിം 3? ഞാൻ കണ്ടിട്ടില്ല, കാണും. അടുത്ത നമ്മളെ ഇത് നമ്മളെ എന്തിനു പറയാ, ഇത് എന്തോ ആണ് സ്കിഡ് ഗെയിം ആണ് എന്തായാലും. ഇത് നമ്മളിങ്ങനെ വെച്ച് ഇത് രണ്ടെണ്ണം ഉണ്ട്. ഞാൻ രണ്ടാൾക്കാർ കളിക്കാൻ വേണ്ടി. ലാസ്റ്റ് നമ്മളുടെ സ്കിഡ് ഗെയിം ആയിട്ടുള്ള പസിലുണ്ടല്ലേ. അത് ഈ പസിലൊക്കെ എടുക്കാൻ പറ്റൂ, അങ്ങനെ എടുക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ കളിക്കും, ബോറൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ കളിക്കും. പ്ലസ് നമ്മൾ ലാസ്റ്റായിട്ട് നമ്മളെ മണി ബോക്സ് സ്കിഡ് ഗെയിം ഒക്കെ. ഇതാണ് എൻ്റെ സ്കിഡ് ഗെയിം ബുക്ക്. ഇത് ആദ്യം കളിക്കലൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണേ ഉണ്ടാക്കുക, ഈസിയാണ്. പക്ഷേ ഇടാൻ ദിവസം എടുത്തിട്ട് എനിക്ക് അങ്ങനെ അങ്ങനെ എനിക്ക് വേറെ സാധനമുണ്ട്. ഈ സാധനം എനിക്ക് വലിയ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ്. ഞാൻ കുറേ കാലമായി വെക്കുന്നത്. 1ാം ക്ലാസ്സിൽ ഉണ്ടാക്കിയ ഒരു മാസ്ക്. ഹായ്, ഞാൻ 1ാം ക്ലാസ്സിൽ ഉണ്ടാക്കിയൊരു മാസ്ക് ആയിരുന്നു. എന്തോ സ്കൂൾ പരിപാടിക്കൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ മൗത്ത് പോയി, പക്ഷേ സ്ട്രിങ് ഇപ്പോഴുണ്ട്. ഞാൻ അങ്ങനെ തൂക്കിയിടും, എന്തെങ്കിലും സ്റ്റേഷനറി സാധനങ്ങളൊക്കെ വെക്കാൻ. ഞാൻ അങ്ങനെ തൂക്കിയിടും. എനിക്കെല്ലാം ഇഷ്ടം കേട്ടോ. അത് ഇതൊക്കെ ഞാൻ കാണിച്ചത്. ഈ സാധനങ്ങളൊക്കെ വെച്ചാൽ നിങ്ങൾ ശരിക്കും ഇതെന്താണ് പൊട്ടിപ്പോലെയാണ്. ഒന്നുമില്ല, ഒന്നും പൊട്ടിപ്പോല. അങ്ങനെ പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയൊരു സാധനമാണ്. ഉണ്ടാക്കിയെന്നാണ് ഞാൻ എപ്പോൾ കാണിച്ചത്. ഇത് മൈ മിനി സ്ലൈമാണ്. കാണിച്ചാൽ ഇത് ഞാൻ ഉണ്ടാക്കിയാണ് സ്ലൈം. സ്ട്രെച്ചിയാണ്, നല്ല ക്യൂട്ടുമാണ്. ആൻഡ് ഗൈസ് ഇതിലാണ് കുഞ്ഞു കുഞ്ഞു ക്രയോൺസിൻ്റെ പൊടി ഉണ്ടാക്കി കുറച്ചും കൂടി ഒരു ക്രഞ്ചി
സ്ട്രെച്ചി ആക്കാൻ ഫേവററ്റ് ആയിട്ടുള്ളതാണ്. എങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചുണ്ടാക്കിയതാണ് ഈ സാധനം. അത്രക്ക് സ്ട്രെച്ച് എന്നല്ല, ട്രിപ്പിയാണ്, എന്നാലും മൈ ഫേവററ്റ്. മൈ ഫേവററ്റ് സ്ലൈം. ആൻഡ് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ ഗ്ലൂയും കുറച്ച് ലോഷൻ ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയതാണ്. ലോഷനും പിന്നെന്തെങ്കിലും ഉണ്ടാക്കിയത്, ഗ്ലൂയും ലോഷനും പിന്നെ കുറച്ച് നമ്മുടെ ക്രയോൺസിൻ്റെ പൊടി ഒക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയാണ്. ഈസിയാണ് ഇത്. ഞാൻ സ്മെല്ലൊന്നും ഇട്ടില്ല. സ്മെല്ലിൽ ലോഷൻ്റെ സ്മെല്ലുണ്ട്, സൂപ്പർ സ്മെൽ. ഇതാണ് സ്റ്റിച്ച് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ക്രയോൺസ് പൊടി ഉപയോഗിച്ചത്. ക്രയോൺസ് പൊടി എല്ലാവർക്കും അറിയാലോ, ക്രയോൺസ് നമ്മൾ എഴുതാണ്. അപ്പം എന്തായാലും സ്ട്രെച്ചി ആയിട്ടുള്ള തന്നെയാണ്. ഇതിലേക്ക് കുറച്ച് ക്ലേയും ഇട്ടിക്കുന്നത്. ഞാൻ ഹോം മെയ്ഡ് ഉണ്ടാക്കിയൊരു ക്ലേ. അപ്പോൾ നല്ല ബട്ടറായിട്ടുള്ള മിൽക്കായിട്ട് സ്റ്റിക്കിയാണ്. സ്റ്റിക്കെന്നാണ് പറയാനല്ലേ, സ്റ്റിക്കൊന്നുമില്ല. കുറച്ചും കൂടി ബ്ലൂ ആഡ് ചെയ്താൽ അത് രസം ഉണ്ടാവും. അപ്പോൾ അത് ആഡ് ചെയ്ത് നോക്കിയാലോ. ഇതാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നുള്ളൂ. കണ്ടേഷൻ ഞാൻ ഇത് ഉപയോഗിക്കാം, കുഞ്ഞായോണ്ട് എടുക്കുന്നത് കൂടിയിടാം. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ഇത് കുറേ ഗ്ലൂ ആഡ് ചെയ്യുന്നത് കുറേ മോയ്സ്ചേർഡ് ആയിട്ട് സോഫ്റ്റ് ആവും, മേക്കിംഗ് ഗുഡ് ക്രഞ്ചസ് ടു. ആൻഡ് മൈ ഫേവററ്റ് എന്താ പറയുക, ഒരു റിലാക്സിങ് ആയിട്ടുള്ള ഒരു മണം. ഗ്ലൂവിൻ്റെ ഒക്കെ ഒരു മണമാണ് കേട്ടോ സീനൊക്കെ. ലോഷൻ പ്ലസ് ഗ്ലൂ എന്തിനു മണമെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ശരി, അത്ര ഇതാണ് നമ്മൾ സ്ലൈം റിസൾട്ട്സ്. ഇത് എൻ്റെ ഇത് എപ്പോഴും കണ്ടെയ്നറിൽ വെക്കും. ഞാൻ കാണിച്ചു തരാം. കണ്ടെയ്നർ കട്ടിങ് പറയാല്ല, ജസ്റ്റ് ഒരു ബോക്സ് വളരെ സാധനത്തിൽ വെക്കും. ഞാൻ ഒരു ബോക്സ് മാതിരി ഞാൻ കവറൊക്കെ ഇത് നല്ല സ്റ്റിക്കിയാണ്. ഗ്ലൂ നമ്മൾ ആഡ് ചെയ്യുന്നത് സ്റ്റിക്കാവും, പക്ഷെ കുറേ ഒക്കെ കുറേ മിക്സ് ചെയ്യും. അപ്പോൾ ഒക്കെ മിക്സ് ചെയ്യും. ഗൈസ്, ഈ സ്റ്റേഷനറി ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലല്ലോ നമുക്ക് 1 മില്യൺ അടിക്കണ്ടേ. 10 മില്യൺ അടിച്ചാൽ എനിക്ക് സന്തോഷം. 10 മില്യൺ അടിച്ചാൽ ഞാൻ ഗിവ് അവേ ഒക്കെ ചെയ്യുന്നതൊക്കെ പറഞ്ഞാണ്, ഇതൊക്കെ ചെയ്യാം. അപ്പം ഇപ്പം നല്ല അത്ര സ്റ്റിക്കി ആയിട്ടില്ല, കുറേ മിക്സ് ചെയ്തുകൊണ്ട് അത്ര സ്റ്റിക്കില്ല. നമുക്കൊരു ബബിൾ ഉണ്ടാക്കി വെക്കാം. ബബിളെല്ലാം നമ്മൾ സ്ട്രെച്ച് ടെസ്റ്റ് ആക്കി വെക്കാം. ഗുഡ് സ്ട്രെച്ച്. ആൻഡ് ഇതിൻ്റെ ബോക്സാണ് ഇത്. ഐസ്ക്രീം സ്റ്റിക്കുള്ളിൽ കൊണ്ട് കളിക്കാൻ നല്ല ക്യൂട്ടായിട്ടുള്ളതാണ്. ചിലപ്പോൾ നല്ല സ്ട്രെച്ച് ചെയ്യാം. ഇത് മൈ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ സ്ലൈം. ഈ സ്ലൈമിലേക്ക് കുറച്ചും കൂടി ഇത് ആഡ് ചെയ്യാം, എസ്റ്ററ്റിഷ്യൻ ആഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഗ്ലിറ്റർ ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്നുമില്ല, ഈ ഗ്ലിറ്റർ ഫോം ഷീറ്റിലേക്ക് ഇതൊന്ന് റോൾ ചെയ്താൽ മതി. ഗായ്സ്, ഇതുപോലെ ഗ്ലിറ്റർ ബോം ആയല്ലോ.
ഗൈസ് ഇത് നമ്മൾ തിന്നാൻ പാടില്ല. മനസ്സിലായി? ഇതിൽ കുറേ കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്, ലോഷൻ ആഡ് ചെയ്യുന്നുണ്ട്, ഗ്ലൂ ആഡ് ചെയ്യുന്നുണ്ട്. ഗ്ലൂവിലൊക്കെ എത്ര കെമിക്കൽസ് ഉണ്ട് നിങ്ങൾക്കൊന്നും അറിയില്ല. എനിക്കറിയാം, ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്. കെമിക്കൽസ് ആഡ് ചെയ്യാൻ സ്റ്റിക്കൊക്കെ അതിനൊരു ഇതൊക്കെ ആഡ് ചെയ്യും, എന്ത് സാധനങ്ങളൊക്കെ ആഡ് ചെയ്യും. അപ്പം ഇതാണ് നമ്മൾ ഗ്ലിറ്റർ സ്ലൈം. ഇതിന് വേണ്ടി നമുക്കൊരു കണ്ടെയ്നർ നോക്കാം. നമ്മൾ കണ്ടു പറ്റുന്നില്ല. അപ്പം ഇത് pretty good slime. ഇനി നമുക്ക് ഇതെക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ കണ്ടെയ്നർ, നമ്മളെ സ്ലൈമിൻ്റെ ശരിക്കും ആക്ടിവേറ്റ് ആയാൽ കുറേ മിക്സ്ചർ. ഞാൻ എത്രയോ ഈ സ്ലൈമിൻ്റെ റെസിപ്പിയൊക്കെ നോക്കിയേ, പക്ഷെ വർക്ക് ഒന്നുമില്ല. ഒരു ദിവസത്തെ ഇതിനോണ്ടൊക്കെ എന്തോ ആയതാണ്. ഇതൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് സാധനങ്ങളിലേക്ക് കിടക്കാം. അതവിടെ കെട്ടി അടുത്തത് അങ്ങനെ സ്പെഷ്യൽ അല്ല. ഒന്നുമില്ല, കുറച്ച് ക്രേപ്പ് പേപ്പർ മുറിക്കാൻ പറ്റും. ഞാൻ മുറിച്ചതാണ്. എനിക്ക് ഇതൊക്കെ ഉണ്ടാക്കാം, ഫ്ലവർ ഒക്കെ മുറിച്ച് ചില ടിഷ്യൂ കൊണ്ടൊക്കെ ചെയ്യില്ലേ, അതുമാതിരി. ഇത് കുറച്ച് വെള്ളത്തിൽ മുക്കിയാൽ മതി. നല്ല തരും കളർ. പക്ഷെ എനിക്കിഷ്ടം. റോൾ ചെയ്തെടുക്കാം. കൂട്ടത്തിലാണ്. അടുത്തത് കുറച്ചും കൂടി ആയിട്ട് ഒരു പറയാം. ഓക്കെ, അടുത്തത് നമ്മൾ കുറച്ച് സാധനങ്ങൾ കാണിച്ചതാണ്. സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കവായ് സാധനം, കവായ് പേപ്പർ സോപ്പ്. മറ്റേത് ഇതിൻ്റെ ബുള്ളറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ബുള്ളറ്റ് അല്ല, ഉണ്ടാക്കിയ ബോണേറോൻ്റെ സ്റ്റിക്സ് ചെയ്യുന്നു. ഇതിൻ്റെ ഉള്ളിൽ ശരിക്കത്തെ കവായ് പേപ്പർ സോപ്പാണ്. എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ ഫുൾ വീഡിയോയിൽ കാണിച്ചു തരാം. അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കാം. ഇതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളുണ്ട്, ഇൻക്ലൂഡിങ് ഈ ടവൽ. ഈ ടവൽ കൊണ്ട് നമുക്ക് ഇപ്പം തന്നെ സാധനമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ. ഇതൊക്കെ കുറേ ലാബൊക്കെ ഉണ്ടാക്കാം. അടുത്തത് മൈ ടിക്ടാക്ടോൻ്റെ ഉള്ളിൽ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു സ്ലൈം ഉണ്ടല്ലോ, ഈ ഒരു കാറ്റഗറിയിൽ വെക്കുന്ന ഈ സ്ലൈം, ഈ സ്ലൈം പിന്നെ സ്ലോഫ്റ്റ്. അപ്പം ഞാൻ ഈ ലോഷൻ ഉണ്ട്, ഇത് മൈ ബ്ലൂ ലോഷനാണ്. അത് അപ്പം ഇത് just a mixing toys. ഞങ്ങൾ വിചാരിക്കൂ എന്തിനാ എല്ലാം ഇവിടെ കിടന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടൂടെ. ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ നിങ്ങൾ കാണണം. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം നല്ല ജഗബുഗാണ്. അപ്പം ഇതൊന്ന് ക്ലീനൊക്കെ ചെയ്യും, ചിലപ്പം ക്ലീനൊക്കെ ചെയ്യും. അപ്പം ഇതാണ് നമ്മളുടെ ഫൈനൽ. ഇത് ഞാനിതൊന്ന് ക്രാഫ്റ്റിനൊക്കെ ഉപയോഗിക്കും.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പച്ച ആയിട്ടുള്ള മിൽക്കൊരു കാര്യമുണ്ട്. ആക്ച്വലി കുറേ ഇതാണ് നമ്മളെ ലാസ്റ്റത്തെ ഒരു സാധനമാണ്. ഇതല്ല ലാസ്റ്റത്തെ, പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്നുണ്ട്. കുറച്ച് സാധനങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ആയിട്ടുള്ള അടുത്ത ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് മൈ ഗ്രീൻ റിബൺ സാച്ചിൻ. പിന്നെ ഈ മെമ്മോ പാഡ്, ഈ ഓട്ടമിൻ്റെ മെമ്മോ പാഡ്. ഇത് നമ്മൾ ഗ്രീൻ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയാണ്. ഇതാണ് ഈ ഒരു ബുക്കിലേക്ക് കവർ ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ല ഡയറി കവർ ചെയ്യണം. ഇതാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് കാണിക്കാണ്. അടുത്ത ഞാൻ പറഞ്ഞില്ലല്ലോ സ്റ്റാർസ് ഒക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്റ്റാർസിലാണ് ഇത് ഞാൻ പറഞ്ഞത് സ്റ്റിക്കർ സ്റ്റാർസ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ബിഗ് നോട്ട് ലീസ്റ്റ് കുഞ്ഞു സാധനത്തിൽ മൈ കളർ പേപ്പർ കുറേ എണ്ണുണ്ട്. ഇതെല്ലാം കാണിച്ചു തരാം. ഫസ്റ്റ് ഗ്രീൻ പേപ്പർ, ലാവൻഡർ, ബ്ലൂ. ഈ കൂട്ടത്തിൽ ഒന്നുകൂടി ഉണ്ട്. ഇത് സ്പെഷ്യലാണ്, എനിക്ക് കാണിച്ചു തരാം. എന്താ 2 ലാവൻഡർ, അതാണ് ഇന്നത്തെ സാധനങ്ങൾ. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ A4 കിട്ടും. ഇത് ഞാൻ ഒരു പരിപാടിക്ക് എടുത്താണ് A4. എന്താ ആർക്കറിയാം. എന്തായാലും അതൊക്കെയാണ് കവായി പേപ്പർ, പേസ്റ്റൽ പേപ്പർ എന്നൊക്കെ പറയാം. ഞാൻ കുറേ കളർ ഉപയോഗിക്കുന്നത്, പക്ഷെ ഇപ്പോഴും എടുത്തൊക്കെയുണ്ട്. അപ്പോൾ കുറേ ഉണ്ട്. അതിന് എനിക്ക് കപ്പിൽ അടുത്തത് ഈ ഒരു വലിയ പാട്ടാണ്. ഇതിനുള്ള എന്തൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം. സാധനങ്ങളൊക്കെ ഉണ്ട്, അത് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയ ടൂലപ്പ്മാരുള്ള സാധനമാണ്. ഫുള്ളു ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ കുറോമി, ബ്ലൈൻഡ് ബാഗ്, അങ്ങനെ കുറേ സാധനങ്ങൾ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ അധികം എന്താണ് വേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇടും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ച് ഉള്ളിലൊന്നുമില്ല, കുറച്ച് കളർ പേപ്പർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് പിന്നെ നമുക്ക് കുറച്ച് ടേപ്പ് മാറുന്ന കാര്യങ്ങളുണ്ട്. ടേപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ടേപ്പ് ഉണ്ട്. ഏതൊക്കെ കാണിച്ചാൽ ഫസ്റ്റ് ഈ ഒരു റെഡ് ആയിട്ടുള്ള ടേപ്പ്, പിന്നെ ഈ ഒരു ഗ്രീൻ ആയിട്ടുള്ള ബ്ലൂ ആയിട്ടുള്ള ടേപ്പ്, ഒക്കെ ടേപ്പ് എടുക്കും. ഇത് നമ്മൾ റെഡ്, ഇത് നമ്മൾ ബ്ലൂ. പിന്നെ ഇത് നമ്മുടെ ഗ്രീന്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ടേപ്സ്. ഇനി ലാസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് എന്നൊക്കെ പറയാം. ഇത് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ടേപ്സ്, ബ്ലൂയും ഗ്രീനും പർപ്പിളും. അങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ പറയാനുള്ളത്. ഇതിനുള്ളിൽ അങ്ങനെ ഒന്നും പ്രത്യേകിച്ചില്ല. ഇത് വേറൊരു ബുക്കും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഈ ഒരു ബുക്ക് ഇത് പണ്ട് എൻ്റെ ജേർണലിംഗ് ബുക്കിനും. ഇപ്പോൾ ഇത് മാത്സിൻ്റെ കുറച്ച് ബുക്സാണ്. ഇത് ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാത്സിന് വേണ്ടി എടുക്കും. അങ്ങനെ മാത്സിന് വേണ്ടി. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇനിയും കാണണമെങ്കിൽ. ബൈ.